ചങ്ങായിമാരെ, നമ്മുടെ മുതല് വീണ്ടും വന്ന് ആരെന്നറിയില്ലേ? നമ്മുടെ സ്വന്തം സാബിർ താത്ത. നിങ്ങളെല്ലാവരും പറയുന്നു സാബിർ താത്താക്ക് ബുദ്ധിയില്ല, വിവരമില്ല, പക്വതയില്ലാന്ന്. പക്ഷെ സാബിർ താത്ത പറയുന്ന ഓരോരോ വാക്കുണ്ടല്ലോ ചങ്ങായിമാരെ, അത് സാബിർ താത്ത എങ്ങനെ പറയുന്നറിയോ? ഇപ്പൊ സാബിർ താത്ത ആങ്ങളമാരെ പറ്റിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കേക്ക്, എന്നിട്ട് നിങ്ങൾ പറയും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആങ്ങളമാരുടെ കാര്യം പറയാനാണ്. ഏതാങ്ങളമാറ് എങ്ങനത്താങ്ങളമാറെന്നൊക്കെ നിങ്ങള് വരൂ മക്കളെ. ആങ്ങളമാർ എന്ന് പറഞ്ഞാല് ഒരു പങ്കന്മാർക്ക് ഒരു സുരക്ഷിതയാണ്. പിന്നെ അല്ലാണ്ട് കല്യാണം എല്ലാം കഴിച്ച പങ്കന്മാർക്ക് വീടെടുത്ത് കൊടുക്കലോ അവർക്ക് മാസം ചെലവിന് കൊടുക്കലോ ഒന്നും അല്ല ആങ്ങളാറ കടമ. അതൊരു സുരക്ഷിതാണ്. എന്നിട്ട് നിങ്ങൾ ഒരു മിനിറ്റ്, എന്നിട്ട് നിങ്ങൾ എല്ലാവരും പറയുന്നത് സാബിർ താത്താക്ക് അറിയാത്തതുകൊണ്ട് വെളിവില്ലാത്തതുകൊണ്ട് ചെയ്യുന്നത്. ഇങ്ങനെല്ലാം സംസാരിക്കണമെങ്കിൽ വെറുതെ ആവില്ല. കാരണം വെച്ചാൽ മനസ്സിൽ നല്ല ഒരു പക്വത വിവരമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ അറിയും. അതാണ് സാബിർത്ത സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഒരുപാട് ആളുകൾ ബാഡ് കമന്റ്. എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ സാബിർത്താക്ക് ബാഡ് കമന്റ്? സാബിർത്ത എന്താ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുക. അതെ അതെ. നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികരിച്ചുകൊണ്ട് ആങ്ങളാറ് വരുക, നമ്മുടെ കൂടെ നിൽക്കുക. അതിനെല്ലാമാണ് ആങ്ങളാറ് ഒരു പങ്കന്മാർക്ക് സുരക്ഷിതം. അപ്പൊ അങ്ങനെ ഒരു സുരക്ഷിതമായ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വാ കേട്ടാ. ആങ്ങളമാരെ കൈകളിൽ ഏൽപ്പിച്ച സംഗതി നിങ്ങൾ കേൾക്കണേ, ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. കാഴ്ച കാണിക്കാം. ഈ കുഞ്ഞിന്റെ അമ്മ അതിനുള്ള ആദരപ്രകാശമാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ വൈറലാണ് കേട്ടോ. ആ അനിയത്തി കുഞ്ഞ് ആ ചേട്ടന്റെ കൈകളിൽ സുഖമായിട്ട് ആ ചേട്ടനെ നോക്കി അങ്ങനെ അടങ്ങി കിടക്കുകയാണ്. അപ്പോഴാണ് അമ്മ കൊണ്ടെടുക്കുന്നത്. പിന്നീട് ഉണ്ടായ കുട്ടികളൊന്നും കാണുന്നില്ല. സത്യം സാബിർത്ത, ഈ വീഡിയോ എത്ര കണ്ടാലും മതിമരയില്ല. അങ്ങനെ സാബിർത്ത. ഇങ്ങനെ ആങ്ങളെയും പെങ്ങളും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരേ പായിൽ കിടന്നിറങ്ങി ഒരേ അമ്മയുടെ മടിത്തട്ടിൽ വളർന്നു വന്ന് അല്ലേ, ഇങ്ങനെ ഉള്ളതാണ് ആങ്ങളമാർ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേ നിങ്ങളോട്? എനിക്ക് വാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് പല യൂട്യൂബാറും കുത്തിരിക്കുന്നുണ്ട്. അതിനെ വളച്ചൊടിച്ച് യൂട്യൂബിൽ ഇട്ടിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അല്ലാണ്ട് അവരെ കുടുംബത്തിലെ കാര്യം വന്ന് പറയുന്നില്ല, മറ്റുള്ളവരെ സത്യങ്ങളും പറയുന്നില്ല. കുടുംബത്തിലത്തെ കാര്യം ആര് പറഞ്ഞാലും കേൾക്കുന്ന സാബിർത്ത. നിങ്ങൾ പറയുന്നത് ഞമ്മള് കേൾക്കും. സാബിർത്ത ഞമ്മളെ മുത്താണ്. വിളിച്ച് പറയുന്ന ഒരുപാട് വിളിച്ച് വന്നത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒന്നായി കളിച്ച് അടികൂടി വളർന്ന് സ്നേഹിച്ച് ചെറിയ സമയത്ത് എൻ്റെ മക്കള് പോലും എൻ്റെ ഇളയ മോന ഏതെങ്കിലും ചെറിയ കുട്ടി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ പോയിട്ട് ഞാൻ പോലും അറിയാണ്ട് ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് വരെയുണ്ട്. നിങ്ങൾ എങ്ങോട്ട് വന്ന് നിങ്ങളെ മോൻ എൻ്റെ അനിയനെ അടിച്ചെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഏട്ടനും അനിയനുമായിട്ടുള്ള ബന്ധങ്ങൾ. പക്ഷെ ഇപ്പോ ആ ബന്ധങ്ങളില്ലല്ലേ സാബിർ താത്ത? മുമ്പ് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ആ ബന്ധങ്ങളില്ലാന്ന് തോന്നുന്നു എനിക്ക്. സാബിർ താത്ത, അങ്ങനത്തെ ഇപ്പൊ ബന്ധങ്ങളില്ല, ആരുമില്ല. എല്ലാരും തമ്മിൽ വെറുപ്പോടും ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കളിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സാബിർ താത്ത പറയണോട്ടാ. എന്ത് പിന്നെയും നിങ്ങൾ ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്? സാബിർ താൻ്റെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും, മനസ്സിലാകാത്തവർക്ക് മനസ്സിലായില്ല.
എന്നിരുന്നാലും നമ്മുടെ സാബിർത്ത മുത്താണ്. സാബിർത്ത നിങ്ങൾ എന്തും പറയാനില്ല, നിങ്ങൾ സപ്പോർട്ട് നമ്മളിതുണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസം സാബിർത്ത യൂട്യൂബിൽ വന്നിട്ട് അങ്ങനെ തെറി പറയരുത് എൻ്റെ സഹോദര സഹോദരിമാരെ. എന്തിനാണ് സാബിർത്താനെ നിങ്ങൾ തെറി പറയുന്നത്? ഒരിക്കലും തെറി പറയരുതേ നമ്മുടെ സാബിർത്താത്താനെ.